ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമുക്ക് ഷോർട്ട് ടേം റെജിമെൻ ഫോർ ടി ബി. അപ്പോൾ ടി ബി ഡ്രഗ്സ് നമ്മൾ എങ്ങനെയൊക്കെ രീതിയിലാണ് കഴിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു ലാറ്റിൻ ടി ബി ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് 4 മന്ത് വരെ ഡ്രഗ് കഴിച്ചാൽ മതി. പക്ഷേ ഒരു ആക്റ്റീവ് ടി ബി ആയിട്ടുള്ള പേഷ്യൻറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത് എങ്കിലും ഒരു ഡ്രഗ് ടേക്ക് ചെയ്യണം. പിന്നെ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി, കാരണം റിഫാമിസിൻ പോലുള്ള ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബീസ് വരാം. അപ്പം മൾട്ടിപ്പിൾ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർ, അപ്പം അവർക്കൊക്കെ അവരുടെ ഒരു ഷോർട്ട് ടേം റെജിമെൻറ്റ് കുറച്ച് വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം 4 ഡ്രഗ് 2 മന്ത് കഴിക്കുന്ന ഒരു റെജിമെൻ ഉണ്ട്, 2 ഡ്രഗ് 4 മാസം കഴിക്കുന്ന റെജിമെനും ഉണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ടും ഇൻറ്റൻസീവായിട്ടും. അപ്പം ഇൻറ്റൻസീവായിട്ടൊരു 4 ഡ്രഗ് 2 മാസം കഴിക്കുന്ന ഒരു രീതിയാണ് റിഫാമിസിൻ, എത്താംബ്യൂട്ടപ്പോൾ, പിരാസിനമൈഡ്, ഐസോനിയാസിൻ. ഇത് ഇത്രയും ഡ്രഗും കൂടിയാണ് നമ്മൾ 2 മാസത്തേക്ക് ഡെയിലി കഴിക്കേണ്ടത്. ഇനി 2 ഡ്രഗ് 4 മാസം കഴിക്കേണ്ടത് ഐസോനിയാസിനും റിഫാമിസിനും മാത്രമായിട്ടാണ് നമ്മൾ ഈ 2 ഡ്രഗ് 4 മാസത്തേക്ക് നമ്മൾ കഴിക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ ഒരാൾക്ക് നമുക്കൊരു റെജിമെൻ, ടി ബി റെജിമെൻറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിയുമ്പോൾ അയാളുടെ ഫിസിക്കൽ ഫാക്ടേഴ്സും ക്ലിനിക്കൽ റിപ്പോർട്ട്സുകളെല്ലാം മനസ്സിലാക്കിയിട്ട് ശേഷമാണ് അവർക്ക് ഓരോന്നും ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു റെജിമെൻറ്റ് ഓരോ പേഷ്യൻസിനും കൊടുക്കുന്നത്. സോ മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷോർട്ട് ടേം റെജിമെൻറ്റ് എന്താണെന്നാണ്. അപ്പം ടി ബി ഡ്രഗിൽ ഓരോ കേസിനും ഓരോ രീതിയിലാണ് നമ്മൾ ഓരോ ഡ്രഗ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി കൊടുക്കേണ്ടത്. താങ്ക് യു.